വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരുകൾക്കുള്ള ശമ്പള വിതരണം ഇന്നും പ്രതിസന്ധിയിലാകുമെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രഷറികൾക്ക് ആവശ്യമായ നോട്ടുകൾ ബാങ്കുകൾ നൽകിയില്ലെങ്കിൽ ശമ്പള വിതരണം സ്തംഭിക്കും. ഇന്നലെ പണം ലഭിക്കാത്തവരും ഇന്ന് ട്രഷറികളിൽ പണം പിൻവലിക്കാൻ എത്തും. രണ്ടാം ദിവസത്തെ ശമ്പളം നൽകാൻ കുറഞ്ഞത് 170 കോടിയാണ് സാധാരണ നിലയിൽ ആവശ്യം. കഴിഞ്ഞ ദിവസം ബാക്കി നിൽക്കുന്ന 70 കോടി വേറെയും, അതായത് ബാങ്കുകൾ 240 കോടിയെങ്കിലും ഇന്ന് ട്രഷറികൾക്ക് കൈമാറണം. പണം പിൻവലിക്കാനെത്തുന്നവർക്ക് 24,000 രൂപ കൈമാറാൻ ഈ തുക കൂടിയേ തീരൂ. ട്രഷറിയിലുണ്ടായിരുന്ന കരുതൽ ശേഖരം ഏറെയും ആദ്യ ദിനത്തിലെ ആവശ്യം നിറവേറ്റാൻ ചെലവഴിച്ചു കഴിഞ്ഞു. അതായത് പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിനും മറ്റു വഴികൾ ഉണ്ടാവില്ലെന്ന് ചുരുക്കം. കഴിഞ്ഞ ദിവസം 1 രൂപ പോലും ലഭിക്കാതിരുന്ന ട്രഷറികൾക്ക് ഇന്ന് ഇരട്ടി ജോലിയുണ്ടാകും. പല ട്രഷറികളും ഇന്നലെ ടോക്കൺ കൊടുത്ത് ആളുകളെ തിരിച്ചയച്ചിരുന്നു. അവരും പണം വാങ്ങാൻ ഇന്ന് ട്രഷറികളിലേക്ക് എത്തും. ചുരുക്കത്തിൽ ട്രഷറികളിൽ ഉണ്ടാകുന്ന തിരക്ക് ചെറുതാകില്ല. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരുന്നു ഇന്ന് കടുത്ത പ്രതിസന്ധി ഉണ്ടായത്. എന്നാൽ പരമാവധി നോട്ട് ബാങ്കുകളിൽ എത്തിച്ചതായാണ് ബാങ്ക് അധികൃതർ അവകാശപ്പെടുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.